സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കുള്ള വിവാദ പരീക്ഷകളുടെ റാങ്ക് പട്ടികകൾ PSC റദ്ദാക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധിക്ക് അനുസൃതമായി പുതിയ റാങ്ക് ലിസ്റ്റുകൾ പുറത്തിറക്കും. 228 ഉദ്യോഗാർത്ഥികളുടെ പേപ്പറുകളും പുനർമൂല്യനിർണ്ണയം നടത്തും. അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള തസ്തികയിലേക്ക് നടന്ന പരീക്ഷ അട്ടിമറിച്ചു എന്ന പരാതി ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കും. 3 പട്ടികയിലെയും ക്രമക്കേട് വാർത്ത രേഖകളടക്കം ന്യൂസ് മലയാളമാണ് ആദ്യം പുറത്തുവിട്ടത്. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. PSC ചെയർമാന്റെയും കമ്മീഷൻ അംഗങ്ങളുടെയും യോഗത്തിലാണ് നിർണായക തീരുമാനം. മൂല്യനിർണ്ണയത്തിൽ വീഴ്ചയുണ്ടായെന്ന് തെളിവ് സഹിതം വാർത്തകൾ വന്നതിന് പിന്നാലെ റാങ്ക് പട്ടികകൾ റദ്ദാക്കാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു. പരീക്ഷ അട്ടിമറി പരാതിയിൽ സർക്കാരിനോടും PSCയോടും 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നു. PSC എടുത്ത തീരുമാനം ട്രൈബ്യൂണലിനെ അറിയിക്കും. ട്രൈബ്യൂണൽ വിധിക്കനുസരിച്ചാകും തുടർ നടപടികളെന്ന് PSC വ്യക്തമാക്കി. ഉയർന്ന തസ്തികകളിലേക്കുള്ള പരീക്ഷകളിൽ കേട്ടുകേൾവിയില്ലാത്ത ഈ അട്ടിമറി നടന്നുവെന്ന വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാൻ കോർഡിനേഷൻ ഡിവിഷൻ എന്നീ തസ്തികകളിലേക്കുള്ള പൊതുവിവരണാത്മക പരീക്ഷാ പേപ്പർ 1-ലെ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ വിട്ടുകളഞ്ഞു. 58 മാർക്കിന്റെ ഉത്തരങ്ങളാണ് പരിശോധിക്കാതിരുന്നത്. വെറും 42 മാർക്കിന് മാത്രം മൂല്യനിർണ്ണയം നടത്തിയാണ് 2025 മെയ് 31-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ 1-ാം റാങ്കുകൾ ലഭിച്ചതാകട്ടെ KGOA ഉൾപ്പെടെ ഇടത് അനുകൂല സംഘടനാ നേതാക്കൾക്കും. മാർക്ക് ലിസ്റ്റ് പോലും പുറത്തുവിടാതെ 2025 ജൂൺ 23-ന് PSC തിടുക്കപ്പെട്ട് നിയമന ശുപാർശകൾ കൈമാറി. തൊട്ടുപിന്നാലെ പ്രതിമാസം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള ഈ 2 തസ്തികകളിലും സർക്കാർ നിയമനവും നടത്തി. മാർക്കറിയാൻ ഉദ്യോഗാർത്ഥികൾ ഉത്തരക്കടലാസിനായി പണമടച്ച് അപേക്ഷ നൽകിയെങ്കിലും 1 വർഷമായി PSC അത് നൽകാൻ തയ്യാറായിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും തള്ളിയതോടെ ദുരൂഹത വർദ്ധിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രൊഫൈൽ വഴി PSC ഉത്തരക്കടലാസ് അപ്ലോഡ് ചെയ്ത് നൽകിയതോടെയാണ് മൂല്യനിർണ്ണയത്തിലെ വമ്പൻ ക്രമക്കേട് പുറത്തായത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.